നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനെ കയറിയടിച്ച് തരിപ്പണമാക്കിയ ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പകരമായി ഇറാൻ ഇപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 തുടങ്ങി വെച്ചിട്ടുണ്ട്. സൈനിക നടപടി, ശക്തമായ ആക്രമണമാണ് ഇരുപക്ഷത്തും. കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രയേലിലും ഇറാനിലും ഉണ്ടാകുന്നുണ്ട്. ടെല്ലവീവിലൊക്കെ ഇറാൻ തീമഴ പെയ്യിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. തിരിച്ച് ടെഹ്റാനിലേക്കും മിസൈൽ വർഷമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ലോകം വലിയൊരു ഭീതിക്ക് നടുവിലാണ് ഇപ്പോഴുള്ളത്. ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ അമേരിക്ക രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിൻവാങ്ങി നിന്നിരുന്ന അമേരിക്ക ഇസ്രയേൽ നടപടി തുടങ്ങി വെച്ചതോടുകൂടി തൊട്ടു പിന്നാലെ ഒരു പൂർണ്ണ പിന്തുണയുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇറാൻ എത്രയും പെട്ടെന്ന് ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലോകം അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാണ്. കാരണം പശ്ചിമേഷ്യ കത്തുകയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉടലെടുക്കുമോ എന്നുള്ള ഭീതി ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ശരിക്കും പശ്ചിമേഷ്യ ഇനി കാണുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്താണ് ഇരുപക്ഷത്തും ഇരുകൂട്ടരും നല്ല തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതെ, കാരണം ഇറാനെ ആക്രമിക്കാതിരിക്കാൻ ഇസ്രയേലിന് ഇനി കഴിയില്ല എന്നൊരവസ്ഥ വന്നു. തിരിച്ചടിക്കാതിരിക്കാൻ ഇറാനും കഴിയില്ല എന്നുള്ള അവസ്ഥ. അപ്പൊ ഈ രണ്ടും കൂടി കുറച്ചൊരു ചെറിയ ഇടവേളയുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അന്ന് നമ്മളെല്ലാരും വിചാരിച്ചു ഇസ്രയേൽ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, ഇറാൻ ഇനിയിപ്പോ എന്തായാലും ഒരു തിരിച്ചടിക്ക് മുതിരുന്നുണ്ടാവില്ല എന്നൊരു സമാധാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കാരണം രണ്ടു കൂട്ടരും തമ്മിൽ ചെറിയ വാഗ്വാദങ്ങൾ പോലും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഉണ്ടായിരുന്ന മുഴുവൻ ഇറാനും അമേരിക്കയും തമ്മിലായിരുന്നു. പിന്നീട് ഇസ്രയേൽ ഒന്നിലും ഇടപെട്ടിരുന്നില്ല. പക്ഷെ ആ സമയത്ത് മുഴുവനും ഇസ്രയേൽ മൗനമായി ഇരുന്നു കൊണ്ട് മൊസാദിനെ ഇറാനിലേക്ക് കയറ്റുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു സമയം ഇസ്രയേലിന് ആവശ്യമായിരുന്നു. ആദ്യത്തെ ഒരു അടി കഴിഞ്ഞ് ഇറാൻ ഒന്ന് അടിച്ചു, അതിന് പകരം ഇസ്രയേൽ തിരിച്ചടിച്ചു. അതിനുശേഷം പ്രത്യേകിച്ചൊന്നും നന്നില്ല. അമേരിക്കയെ പേടിച്ചിട്ടാണ് എന്നുള്ള ഒരു രീതി വരുത്തി തീർത്ത് പ്രചാരണം ഉണ്ടായി മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം മുഴുവനും ഇസ്രയേൽ അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയോ സമ്മതമില്ലാതെയോ അല്ലെങ്കിൽ അറിവോടുകൂടിയോ അറിവില്ലാതെയോ ചെയ്തുകൊണ്ടിരുന്നത് മൊസാദിനെ തൽക്കാലം ഒന്ന് അങ്ങോട്ട് കയറ്റുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്നലെ മനസ്സിലായി. എന്തായാലും ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിന് മറുപടിയായിട്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 കൂടെ വലിയൊരു പ്രത്യാക്രമണം തന്നെ നടത്തിയിട്ടുണ്ട്. ടെല്ലവീവിലെ വിവിധ ഇടങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേലി പ്രതിരോധ ആസ്ഥാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ 150ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു കാര്യമുള്ളത്, ഇറാൻ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇസ്രയേൽ ഇന്നലെ നടത്തിയതിന് മുഴുവനും വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇതുവരെ മൊസാദിന്റെ എല്ലാ നീക്കങ്ങളും രഹസ്യമായിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ആ രഹസ്യാത്മകത അങ്ങ് മാറ്റിവെച്ച് അതെല്ലാം വെളിയിൽ വീഡിയോ സഹിതം പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതിനൊരു കാരണം നതാൻസിലൊക്കെ ആക്രമണം നടന്നു. പക്ഷേ ഇറാൻ തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, നതാൻസിൽ ഒരു ഈച്ച പോലും പറന്നില്ല എന്നുള്ള തിരിച്ചടിയായിരുന്നു, വെല്ലുവിളിയായിരുന്നു ഇസ്രയേലിന് നേരെ നടത്തിയത്. എന്നാൽ അതിന് കൃത്യമായ മറുപടി ഇസ്രയേൽ മുൻപേയും പിൻപേയുമുള്ള, അതായത് നതാൻസിന്റെ ആക്രമിക്കപ്പെടുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളും ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള ദൃശ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നതാൻസ് കത്തി അമരുകയാണ്, പുകപടലങ്ങൾ ഉയരുന്നതിന്റെയും തീ ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതുവരെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആണവ വികിരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഈ നടപടി എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മൊസാദ് നടത്തിയ എല്ലാ നീക്കത്തിന്റെയും വീഡിയോകൾ ചിത്രീകരിക്കുകയും അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇറാൻ പറയുന്നത് ഇസ്രയേലിലെ 2 F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നത്. ലോക്ക്ഫീഡ് മാർട്ടിൻ F-35 ലൈറ്റനിങ് 2 യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന് പറയുന്നു. ഒപ്പം തന്നെ വേറെ വലിയൊരു ആരോപണം കൂടി പറയുന്നുണ്ട്. വനിതാ പൈലറ്റിനെ പിടികൂടി എന്ന് അവകാശപ്പെടുന്നുണ്ട്. ആരോപണമല്ല, ഒരു അവകാശവാദം. വനിതാ പൈലറ്റിനെ പിടികൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇറാൻ സേന പക്ഷെ ഇത് ഔദ്യോഗികമായി പറയുന്നില്ല, സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇസ്രയേലിന്റെ വനിതാ പൈലറ്റിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇതിനൊന്നും തന്നെ ഇറാൻ ഇന്ന് നടത്തിയ ആക്രമണങ്ങൾ പറയുമ്പോൾ ഈ ഇസ്രായേല് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് എത്രമാത്രം ഭീതിതമായ ഒരു രീതിയിലേക്ക് അത് പോയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇതും ഇല്ല. പക്ഷെ പറയുന്നത് അയൺ ഡോമിനെ ഉൾപ്പെടെ തകർത്തു എന്നാണ് പറയുന്നത്. അതിനെ പോലും മറികടന്ന് ഇറാൻ തിരിച്ചടിച്ചു എന്നാണ് പറയുന്നത്. ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തിനെയും ആകാശത്ത് വെച്ച് തന്നെ തടയാൻ സാധ്യതയുള്ള ഒന്നാണ് അയൺ ഡോം.
ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെയാണ് ഇതുപോലെ തടയുന്നത്. റോക്കറ്റുകൾ, മോട്ടാറുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ എല്ലാറ്റിനെയും തടയാൻ അയൺ ഡോമിന് കഴിയും. പക്ഷെ ഇവര് പറയുന്നത് ആ അയൺ ഡോമിനെ പോലും തോൽപ്പിച്ച് ഞങ്ങൾ ഇസ്രയേലിന്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഡ്രോൺ താവളങ്ങളെല്ലാം ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നെല്ലാം ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അവകാശപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സത്യാവസ്ഥ ഉണ്ടാകണം. കാരണം ടെല്ലവീവിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ ഡ്രോണുകൾ പതിക്കുന്നതിന്റെയും അതുപോലെ തന്നെ തീ ഉയരുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പല മാധ്യമങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അയൺ ഡോമിന്റെ കണ്ണ് വെട്ടിച്ച് ഇറാന്റെ മിസൈലുകൾ അകത്ത് കടന്നു എന്ന് വേണം കരുതാൻ. ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ആകാശ കോട്ടകളുടെ കാവൽക്കാരായ അയൺ ഡോമിനെയും ഡേവിഡ് സ്ലിങ്ങിനെയും ആരോയെയും തകർത്തു എന്നാണ്. കാരണം അപ്പോൾ ഒരേ സമയം 100-ലധികം മിസൈലുകളായിരിക്കണം ഇറാൻ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഹ്രസ്വദൂരത്തെ മാത്രമേ പറ്റുള്ളൂ എന്നൊരു കാര്യമുണ്ട്. തന്നെയല്ല, അയൺ ഡോമിനെ തകർത്തകത്ത് കടന്നു എന്ന് ഇറാൻ ഈ ഘട്ടത്തിൽ സ്ഥാപിച്ചെടുത്തേ കഴിയുകയുള്ളൂ. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം ഇറാന്റെ ഉള്ളിൽ കടന്നു കയറി തകർത്താണ് ഇസ്രയേലിന്റെ മിസൈലുകളെ അകത്തേക്ക് മൊസാദ് എത്തിച്ചത്. കാരണം റഡാർ സംവിധാനങ്ങളെ മുഴുവൻ നിഷ്ക്രിയമാക്കുകയാണ് മൊസാദ് ചെയ്തത്. എന്നിട്ടാണ് ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ വഴിയൊരുക്കുന്നു. റഡാർ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രയേൽ വിമാനങ്ങളെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഇറാന്റെ ആകാശക്കോട്ടയുടെ കരുത്താണ്, പ്രതിരോധ സംവിധാനമാണ് വെലായത്ത് 1400. അതിനെ ഇറാന്റെ ഉള്ളിൽ കടന്നു കയറി തകർത്തു, അതിനെ നിർവീര്യമാക്കി. ആ നിർവീര്യമാക്കി തൊട്ടടുത്ത നിമിഷമാണ് ഇസ്രയേൽ അതിശക്തമായ മിസൈൽ ആക്രമണം ഇറാനിലേക്ക് നടത്തിയതും ഇറാൻ ഞെട്ടിപ്പോയി. വെലായത്ത് പ്രവർത്തിച്ചില്ലേ എന്നുള്ള. വെലായത്ത് എന്ന് പറയുന്നത് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ലോങ് റേഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇത് S-300, ബവാർ 373 തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് രാജ്യത്തിന്റെ വ്യോമാതിർത്തി കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറാൻ തദ്ദേശീയമായി ഉണ്ടാക്കിയതാണ്. അപ്പൊ മൊസാദിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഈ പ്രതിരോധ സംവിധാനത്തിനെ വരെ തകർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ അവകാശപ്പെടുന്നത്. കാരണം ഇതിന് 4 വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനമാണ്. ഒരു പ്രാവശ്യം തന്നെ 12 മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഇതിന് സാധിക്കും. ദക്ഷിണാഫ്രിക്കയുടെ ഉഖോണ്ടോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യമുണ്ട് എന്ന് പറയുന്നു. 360 ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ച് വെലായത്ത് 1400 പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. റഷ്യൻ മിസൈൽ വേദ സംവിധാനമായ പാൻസിറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം ഉണ്ടാക്കിയത് എന്നെല്ലാം പറയുന്നു. ഏത് രീതിയിലും ആക്രമിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വെലായത്ത്. ആക്രമണത്തിനെ മനസ്സിലാക്കാനും തടയാനും എല്ലാം സാധിക്കുന്ന ഒന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നിഷ്ക്രിയമായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇറാന് വലിയ നാണക്കേടുണ്ടായത് അവിടെയാണ്. അതായത് ഈ ഇസ്രയേലിന്റെ മിസൈലുകൾ അകത്ത് കടക്കുമ്പോൾ ഇറാൻ ഞെട്ടിപ്പോയി. വെലായത്ത് പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ള മനസ്സിലാക്കാനേ പറ്റിയില്ല. അല്ല, വെലായത്ത് പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ള ഒരു ഭീതി ആ സമയത്ത് ഉയർന്നു. രാജ്യത്തിന് പുറത്തു നിന്നുള്ള സംവിധാനങ്ങളെ തിരിച്ചറിയുന്നതിന്, ആക്രമണങ്ങളെ തിരിച്ചറിയുന്നതിന് വെലായത്തിന് സാധിക്കും. അതാണ് ഞാൻ രാജ്യത്തിനകത്തുള്ള ആക്രമണങ്ങളെ പറ്റില്ല. അതായത് ഈ ഇസ്രയേലിന്റെ മൊസാദ് അകത്ത് കിടന്ന് വെലായത്തിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ്. വെലായത്ത് പ്രവർത്തനരഹിതമാക്കി കളഞ്ഞു ഇസ്രയേൽ. അതിനുശേഷമാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതും മിസൈലുകൾ അകത്ത് കടക്കുന്നതും. അതിനുശേഷമാണ് ഇറാൻ ഒരു ബോധം വരുന്നത്, മൊസാദ് ചാരന്മാർ ഉള്ളിൽ കടന്നിട്ടുണ്ട്, ടെഹ്റാനിലും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു തിരിച്ചടി ഇറാനിൽ കയറി കൊടുത്ത ഇസ്രയേലിന് കൊടുക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവരുടെ ലക്ഷ്യം തന്നെയാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരിച്ചടി അതിശക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ടെഹ്റാന്റെ കയ്യിലുള്ള ആണവ മിസൈൽ പദ്ധതികൾ അങ്ങനെ വളരുകയാണെങ്കിൽ അത് തനിക്ക് വലിയ ഭീഷണിയാകും, ഇസ്രയേലിന് വളരെ ഭീഷണിയാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് ആഹ്വാനം ചെയ്തെന്ന് പറയുന്നു. എന്തായാലും വലിയൊരു ആക്രമണം തന്നെ മൊസാദ് അവിടെ കടന്നു ചെയ്തിട്ടുണ്ട്. നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖമനേയിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വലിയൊരു ആക്രമണം തന്നെയാണ് ഇസ്രയേൽ ഇറാനെതിരെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇസ്രയേല് ഉറപ്പിച്ചിരുന്നു തീർച്ചയായും ഇതിനൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന്. രക്തത്തിന് രക്തം വേണമെന്നാണ് ഖമനേയി പറഞ്ഞിട്ടുള്ളത്. രക്തത്തിന് പകരം രക്തം തന്നെ ചിന്തിക്കുമെന്ന്. അത് ആദ്യം തന്നെ ആയതുകൊണ്ട് എല്ലാവരോടും സുരക്ഷിത സ്ഥാനത്തേക്ക് പോകണമെന്ന് ഇസ്രയേൽ ഇന്നലെ തന്നെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു.
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മാത്രമല്ല, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അപ്പോ ഇത് മാത്രമല്ല, പ്രത്യാക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി എന്നുള്ളത് മാത്രമല്ല, നേതാക്കന്മാരെല്ലാം പലയിടങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഏതൻസിലേക്ക് മാറി എന്നുള്ള വിവരം വരുന്നു. പക്ഷെ അത് പറയുന്നത് അതിന് ഉറപ്പൊന്നുമില്ല. ഖമനേയി തുരങ്കത്തിനുള്ളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിട്ട് സ്വന്തം തടി തപ്പി പോയി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള വിവരം പറഞ്ഞു. ആക്രമണങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത്, അതെല്ലാം നിയന്ത്രിക്കുന്നത് നെതന്യാഹു തന്നെയാണ് എന്നിപ്പോഴും പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇന്നലെ ആക്രമണം നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇറാനുമായിട്ട് ഒരു ആണവ കരാർ ചർച്ച ട്രംപ് നടത്തിയിരുന്നു. ഇതിനൊരു അന്തിമ ഉത്തരം പറയാൻ ഖമനേയിക്ക് സമയം കൊടുത്തുള്ളത് 60 ദിവസമായിരുന്നു. ഇന്നലെ 61ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ 60 ദിവസം വരെ ഞങ്ങൾ അടങ്ങിയിരിക്കാം എന്ന് ചിലപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ കോളിൽ വന്നിട്ട് ഇസ്രയേല് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞത്. കാരണം ഈ കറക്റ്റ് 60 ദിവസം, ഈ 60 ദിവസം മുന്നൊരുക്കത്തിന് വേണ്ടി ഇസ്രായേൽ അപ്പൊ പ്രയോഗിച്ചു എന്നുള്ളതാണ്. എന്നാൽ 61ാമത്തെ ദിവസം കയറി അടിക്കുകയും ചെയ്തു. പക്ഷെ നമ്മള് ഇവിടെ മറ്റൊരു കാര്യവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇസ്രായേൽ ഇറാനെ കയറി അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും. കാരണം ഇറാൻ ഒരു നിസ്സാര രാജ്യമൊന്നുമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനിക ബലമുണ്ട്, സാമ്പത്തിക ബലവുമുണ്ട്. അതായത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സാമ്പത്തിക ഭദ്രത ഇറാനിൽ മാറ്റിവെച്ചിട്ടുണ്ട് ഭരണകൂടം. മറ്റൊരു കാര്യവും കൂടി പറയുന്നത്, ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യയിൽ തന്നെ എന്നല്ല, ഏകദേശം ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാന്റേതാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ മിസൈലിലാണ് ഇറാനിൽ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങി വെക്കണമെങ്കിൽ തിരിച്ചടി മുന്നിൽ കണ്ട്, എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ വെറുതെ കയറി അടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു പോരാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലയ്ക്ക് വട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ തിരിച്ചടിയുടെ ആഴം അത് എത്രത്തോളമാണ് എന്ന് ഇസ്രയേലിനും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത നിമിഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനങ്ങളോട്. 3 പേര് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് മാത്രമേ ഇതുവരെ വിവരം വന്നിട്ടുള്ളൂ. 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. 3 പേരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ ടെല്ലവീവിലൊക്കെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു യുദ്ധം, അതായത് 2 തുല്യ ശക്തികൾ തമ്മിലാണ് ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അമേരിക്ക കൂടി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ നമുക്ക് മുൻപ് ചർച്ച ചെയ്തതുപോലെ ഇറാനെ സംരക്ഷിക്കാൻ റഷ്യ എത്താം, ഉത്തര കൊറിയ എത്താം. ഉത്തര കൊറിയ ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കുകയാണ്, എവിടെയെങ്കിലും ഒരു പുകച്ചിലുണ്ടായാൽ 2 മിസൈൽ ഇടാൻ വേണ്ടി. കാരണം ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് എങ്ങനെയും നല്ലൊരു പണി കൊടുക്കണം എന്നുള്ള കണക്കുകൂട്ടലിൽ നിൽക്കുന്ന ഉത്തര കൊറിയയ്ക്ക് ഇതൊരു അവസരം തന്നെയാണ്. ലോകം 2 ചേരിയാകുമോ? ഭീതിതമായ അവസ്ഥയാണ്. പിന്നെ ഒന്നുണ്ട്, 15 ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ 15 ആണവായുധങ്ങൾ തന്നെ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് ഇപ്പോൾ മൊസാദ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതും ഒരു ഭീഷണി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ആണവ കേന്ദ്രങ്ങളിൽ അതിശക്തമായ പരീക്ഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രയേൽ കയറി അടിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 15 ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകണം. ആ ഒരു ഭീതിയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രയേൽ കടുത്ത ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ നടാൻസിലൊക്കെ ആക്രമണം നടന്നിരിക്കുന്നത് കൊണ്ട് ഇസ്രയേലിന്റെ പല ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. നടാൻസിലൊക്കെ ആക്രമണം നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആണവായുധങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആശങ്ക വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഉണ്ടായിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, അതില് ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം റഷ്യയുടെ സഹായം കിട്ടിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ആണവ പരീക്ഷണം നടന്നു എന്ന് ആണവോർജ ഏജൻസി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം CIA അതിന്റെ ഒരു വിവരവും കണ്ടെത്തിയിരുന്നു. ടെഹ്റാനിൽ റഷ്യയിൽ നിന്ന് ഒരു സംഘം എത്തിയിരുന്നു ആ സമയത്ത് അങ്ങനെ അവിടെ ആണവ പരീക്ഷണങ്ങൾ നടന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു വിദ്വേഷത്തിൽ ഇറാനെ പൂർണ്ണമായും ആണവ പരീക്ഷണത്തിന് സഹായിച്ചു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് യുക്രൈൻ ഇസ്രയേല് ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു അടി പലയിടത്തേക്കായിട്ട് ഇസ്രയേൽ കൊടുത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന തന്നെ 1980 ശേഷം, 80-ലെ ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമാണ്
ഈ ജൂൺ 13 നടന്നത്. കാരണം ഇവർ അറിഞ്ഞു പോലുമില്ലല്ലോ. നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ തുരങ്കത്തിനിടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് മിസൈല് നേരെ കിടക്കയോടുകൂടി കത്തിച്ചു പോയത്. അപ്പൊ അത്രയും ഒരു ആക്രമണം നടന്നത്, സ്വന്തം രാജ്യത്തിന്റെ ഉള്ളിൽ കടന്ന മൊസാദ് ചാരന്മാരെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുക, അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആക്രമണം രാജ്യത്തിനകത്ത് നിന്നിട്ട് തന്നെ നടത്തുക. അപ്പൊ ഇതൊന്നും ഇറാന് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമായി മാറി. നമുക്ക് മറ്റൊരു കാര്യവും കൂടി സംശയിക്കേണ്ടി വരും. കാരണം ഇറാനിൽ നിന്ന് മൊസാദിന് സഹായം കിട്ടിയോ എന്നുള്ളത്. കാരണം മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു, മൊസാദിനെയും ഇസ്രയേലിനെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ബദലായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തെ ഇറാൻ ഒരുക്കിയിരുന്നു. ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് വന്നത് പോലും മൊസാദിന്റെ ചാരനായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ അത് മാത്രമല്ല, ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്ന സമയത്ത് ഇസ്രയേലിനെ സഹായിച്ചത് ഇറാനിൽ നിന്നുള്ളവരായിരുന്നു എന്ന വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനിൽ നിന്ന് മൊസാദിന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം കൃത്യമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതിശക്തമായ ആക്രമണം ഇറാനും അഴിച്ചുവിടും. ഇരുപക്ഷത്തു നിന്നും ഇപ്പോൾ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഇന്ന് രാവിലെയും ഇസ്രയേല് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന് തിരിച്ചടിയായിട്ട് വീണ്ടും ടെല്ലവീവിലേക്ക് ആക്രമണം നടത്തി. അപ്പോ അത് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും എല്ലാം ഇസ്രായേൽ വ്യോമസേന തകർക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അതിനെപ്പോലെ തന്നെ ഇറാനും പറയുന്നുണ്ട് ടെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും എല്ലാം ആക്രമണം നടത്തിയെന്ന് ഇറാനും അവകാശപ്പെടുന്നുണ്ട്. രണ്ടു കൂട്ടരും അവകാശങ്ങൾ എന്തായാലും വളരെ ഘോരഘോരമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ലോകം പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറ്റുനോക്കുന്നത് ഇതിനി വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന വെല്ലുവിളിയായി മാറാതിരിക്കണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സൗദി ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. അതായത് ഇസ്രയേൽ കയറി അടിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്നാണ് സൗദി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അറബ് രാജ്യങ്ങളും ഇപ്പോൾ ഒന്നിടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലോകം പല പല ചേരികളായി തിരിയുകയാണ്. അതെ, അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഭീഷണി വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് അത് വരാതിരിക്കണമെങ്കിൽ അത് ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു ചേരി തിരിഞ്ഞ് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കാൻ എന്തെല്ലാം നമ്മൾ കളിയാക്കി പറയുമെങ്കിലും അത് ട്രംപിനും അമേരിക്കയ്ക്കും മാത്രമേ കഴിയുള്ളൂ. കാരണം അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ യുദ്ധം നിർത്താൻ വരാതെ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ എടുക്കാതെ യുദ്ധത്തിൽ പങ്കുചേർന്ന ഇറാനെതിരെ ആഞ്ഞടിക്കാനാണ് അമേരിക്ക കൂടി വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രതിസന്ധി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ബോംബ് ആക്രമണങ്ങൾ നടത്തുമെന്നാണ് ട്രംപ് വെല്ലുവിളിച്ചത്. അത് ഖമനേയി പറഞ്ഞിട്ടുണ്ട്, ഇനി ആ ചർച്ചയ്ക്ക് തയ്യാറല്ല. അപ്പോൾ എന്തായാലും ട്രംപ് അതിന് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ബോംബ് ആക്രമണം നടത്തുമെന്ന്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണമാണോ ഇറാന് നേരെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ചോദ്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്, ഹൂതികൾ തലപൊക്കിയിട്ടുണ്ട്. ഹൂതികൾ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. കിട്ടിയ ഒരു അവസരം അവരും പ്രയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഇസ്രയേലിന്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ട്. ഇസ്രയേലിനെ സഹായിക്കാൻ ഹൂതികളുണ്ട്, ഹമാസ് ഉണ്ട്, മിലീഷ്യകളുണ്ട്. പക്ഷെ എല്ലാവരും അത് മാത്രമല്ല സൈനിക ശക്തിയിൽ വളരെ വലിയ രാജ്യമാണ് ഇറാൻ. അപ്പോ അതിലത്തെ ആൾക്കാർക്കെല്ലാം നിർബന്ധിത സൈനിക സേവനം പോലും ചെയ്യുന്നവരാണ്. അപ്പോൾ അതൊരു സൈനികപരമായിട്ട് വലിയ ഒരു കരുത്ത് തന്നെ ഇറാന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പല ആയുധങ്ങളും മിസൈലുകളും ഇതെല്ലാം തന്നെ ധാരാളം ഉള്ള ഒരു രാജ്യം തന്നെയാണ്. ഇസ്രയേലിന് ഈ പറയുന്ന പോലെ ഒന്നടിച്ചാൽ 4 തിരിച്ചടിക്കാൻ തുനിഞ്ഞു തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിശക്തമായ ആക്രമണം ഇരുപക്ഷത്തും ഉണ്ട്. പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് നിൽക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. കാരണം വൻ ശക്തികളാണ് ഏറ്റുമുട്ടുന്നത്. അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. അല്ലാതെ പശ്ചിമേഷ്യ മാത്രം കത്തും എന്നല്ല. ഈ യുദ്ധം കൊണ്ട് നമുക്ക് ലോകത്തിന് മുഴുവൻ പ്രതിസന്ധി ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളത്, സമാധാനം ഉണ്ടാകുമോ അതോ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നൊക്കെ. കാരണം ലോകത്തിന്റെ പലയിടത്തായിട്ട് യുദ്ധമാണ്, പ്രതിസന്ധികളാണ്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി ഈ വിഷയത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.